ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, തിരുവാലി, പൂന്തോട്ടം, പത്തിരിയാൽ, മലപ്പുറം. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFുമായി സഹകരണമാകാം എന്ന തീരുമാനവുമായി അൻവർ. പ്രാദേശികമായി ആരുമായും സഹകരിച്ച് തൃണമൂൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്ന് PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പിണറായിസവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ലെന്നും അൻവർ വ്യക്തമാക്കി. അപ്പൊ ഇവിടെ പരമാവധി ആളുകളെ നമ്മൾ മത്സരിപ്പിക്കാനുള്ള ഒരു ആലോചന നടക്കുന്നത്. അതോടൊപ്പം എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും നമ്മൾ ഫ്രീഡം കൊടുക്കും. അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള അലയൻസുകൾ അവർക്ക് തീരുമാനിക്കാം. അതിന് ആരാണോ നമ്മളെ സഹകരിക്കുന്നത് ആ സഹകരിക്കുന്നവരുമായി തിരിച്ച് സഹകരിക്കാനുള്ള ഒരു ഫ്രീഡം നമ്മൾ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും കൊടുക്കുന്ന രീതിയിലാണ് ആലോചിക്കുന്നത്. അത് വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന ലീഡർഷിപ്പ് മീറ്റിൽ നമ്മൾ തീരുമാനമെടുത്ത് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആ സ്ട്രാറ്റജി പൂർണ്ണമായിട്ട് നമ്മൾ തീരുമാനിക്കും. എന്തായാലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ചർച്ചയിലേക്കും ഒരു മുന്നണിയിലേക്കും പോകുന്നില്ല എന്ന തീരുമാനം, അതിനാണ് സംസ്ഥാനത്തു നിന്നുള്ള പ്രവർത്തകരുടെയും ലീഡർഷിപ്പിന്റെയും മനോഗതം അതാണ്. അപ്പൊ അത് കൃത്യമായ ഒരു ചർച്ചയിലൂടെ ഒരു തീരുമാനമെടുത്തിട്ട് നമ്മൾ പ്രഖ്യാപിക്കും. ആരെ വാതിലും തൽക്കാലം പോയിട്ട് മുട്ടാനോ തുറക്കണ്ടോ ചോദിക്കാനോ നിൽക്കുന്നില്ല. ചക്കട്ടപ്പം മുയല് കിട്ടിയൊരു കഥയുണ്ട് പണ്ട്, നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. ഒരാൾ പ്ലാവിൽ കയറിയിട്ട് ഒരു ചക്ക ഇട്ടു. ചക്ക താഴെ വന്ന് എടുക്കാൻ നോക്കുമ്പോൾ അവിടെ താഴെ ഒരു മുയൽ ഉണ്ടായിരുന്നു. ആ മുയലിന്റെ മേലാണ് ഈ ചക്ക വീണത്. അപ്പൊ ചക്ക ഇട്ടപ്പോ എന്തായി, ഒരു മുയലും കൂടെ കിട്ടി. അപ്രതീക്ഷിതാണ് എന്ന് പറഞ്ഞതുപോലെ എല്ലാ ചക്ക ഇടുമ്പോഴും മുയൽ കിട്ടുന്നു ചിലരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എത്ര മുയൽ വീഴുന്നില്ല. അതെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോട് കൂടി ഈ ത്രിതല തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് നമ്മളൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അറിയല്ലോ, സ്വാഭാവികമാണല്ലോ. ഒന്നുമില്ല. നമ്മൾ സമദൂര സിദ്ധാന്തമാണ്. മൊത്തത്തിൽ അടവനായാണ്. അത് തിരിച്ചും മറിച്ചും അടവുണ്ടാവും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർത്തും 75% പ്രാദേശികമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ 25% പൊളിറ്റിക്സ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ചില വാർഡുകളിൽ ആരാണോ നമ്മളെ പിന്തുണക്കുന്നത്, 2 വാർഡിൽ നമുക്ക് ഒരു പഞ്ചായത്തിൽ പിന്തുണ നൽകുകയാണെങ്കിൽ മറ്റു 2 വാർഡിൽ ആ പിന്തുണ തന്ന ആ കക്ഷികൾക്ക് തിരിച്ചു നമ്മൾ പിന്തുണ കൊടുക്കാൻ എന്താ പ്രയാസം? നമ്മൾ വർഗീയ കക്ഷികളുമായി ഒഴികെയുള്ള എല്ലാ ജനാധിപത്യ, സാമൂഹിക, സാംസ്കാരിക, പ്രാദേശിക സംഘടനകൾ, ഇപ്പൊ ഈ പറയുന്ന റെസിഡന്റ് അസോസിയേഷനുകൾ, ക്ലബുകൾ, പെയിൻ ആൻഡ് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആരുമായും, ജനങ്ങളുടെ പൊതുവിഷയത്തിൽ ഇടപെടുന്ന ആരുമായിട്ടും നമ്മൾ ഇടപെടും. ഇനിയിപ്പോൾ ഒരു പഞ്ചായത്തിൽ തന്നെ 2 വാർഡിൽ UDF നമുക്ക് പിന്തുണ തന്നാൽ 2 വാർഡിൽ അവർക്കും പിന്തുണ കൊടുക്കും. ആ പഞ്ചായത്തിൽ തന്നെ LDF 2 വാർഡിൽ നമുക്ക് പിന്തുണ തന്നാൽ ആ 2 വാർഡിൽ LDFന് പിന്തുണ കൊടുക്കും. അല്ല, പിണറായിസും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിട്ട് ഒരു ബന്ധമില്ല. അതിലേക്ക് നിങ്ങൾ വരണ്ട. രുചിയുടെ തിരമാലകളാൽ ME മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ. ME ബേക്സ്, നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്.